പൈനാപ്പിൾ ക്യാരറ്റ് ജ്യൂസാണ് ഇന്നത്തെ റെസിപ്പി. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. പൈനാപ്പിൾ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കുന്നത് ഞാനൊരു ഹാഫ് പൈനാപ്പിൾ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട്. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നേക്കെ വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. തണുത്ത വെള്ളമൊന്നുമല്ല, നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇത്രയും ജ്യൂസ് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ അരിച്ചെടുത്തിരുന്ന ഈ ബാക്കിയുള്ള പൈനാപ്പിൾ ക്യാരറ്റിൻ്റെ ഇതിലേക്ക് വീണ്ടും നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ അടിച്ചെടുക്കാം. ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് തണുത്ത വെള്ളമാണ് നമ്മൾ ഈ പ്രാവശ്യം ഇതിലേക്ക് ഒഴിച്ചത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ബ്രൗൺ ഷുഗറാണ് ഇടുന്നത്. 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരാം. ആദ്യം അരിച്ചെടുത്ത ഫ്രഷ് ജ്യൂസ് നമുക്ക് ഈ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. രണ്ടാമത് നമ്മൾ അടിച്ചെടുത്തതും കൂടെ ഒന്നും കൂടെ അരിച്ചെടുക്കാം. രണ്ടാമത്തെ ജ്യൂസ് നമ്മൾ അരിച്ചെടുത്തു. ഇതിലേക്ക് നമുക്ക് ഈ ലൈം ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്ക് ഇതിലെ ജ്യൂസ് മുഴുവൻ ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കുന്നതാണ്. മുഴുവൻ ജ്യൂസും നമുക്ക് കിട്ടും. ആ ലൈമിലെ കുരു എന്തെങ്കിലും വീണിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒന്നും കൂടെ നമുക്കിത് അരിച്ചിക്കാം. ഒന്നും ഇതിനകത്തില്ല. നമ്മൾ ആ ജഗ്ഗിലേക്ക് ഈ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ പൈനാപ്പിൾ ക്യാരറ്റ് ജ്യൂസ് റെഡി ആയിരിക്കുകയാണ്. ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് നാളെ വരുന്നത് വരെ ബൈ.